നമസ്തേ. നീറ്റ് പരീക്ഷയ്ക്കായി പ്രധാനമന്ത്രിയുടെ അപൂർവ നടപടി. ഡൽഹി വിമാനത്താവളത്തിൽ 45 മിനിറ്റ് കാത്തുനിന്ന് നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണതലത്തിൽ നിന്ന് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന അപൂർവമായൊരു സംഭവമാണ് ഇന്ന് ഡൽഹിയിലുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് ശേഷം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും ഉടൻ തന്നെ വസതിയിലേക്ക് മടങ്ങിയില്ല. പകരം ഏകദേശം 45 മിനിറ്റോളം സമയം അദ്ദേഹം വിമാനത്താവളത്തിൽ തന്നെ കാത്തുനിന്നു. കാരണം ഒരു പ്രധാനപ്പെട്ട പരീക്ഷയായിരുന്നു. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന സുരക്ഷാ നിയന്ത്രണങ്ങൾ കാരണം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന തീരുമാനമാണ് ഈ അസാധാരണ നടപടിക്ക് പിന്നിൽ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ നടന്ന പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത്. ഉച്ചയ്ക്ക് ഏകദേശം 1:15ഓടെയാണ് പ്രധാനമന്ത്രി സഞ്ചരിച്ച വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കാറുള്ളത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന സമയത്ത് പലപ്പോഴും നഗരത്തിലെ പ്രധാന റോഡുകളിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. എന്നാൽ അന്നത്തെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യത്തുടനീളം നീറ്റ് പരീക്ഷ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും തിരക്കേറിയ സമയമായിരുന്നു അത്. ഈ സമയത്ത് തന്നെ വാഹനവ്യൂഹം റോഡിലിറങ്ങിയാൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ യാത്ര മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിമാനത്താവളത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ഉടൻ പുറപ്പെടാതെ അവിടെ തന്നെ തുടരുകയായിരുന്നു. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ സുരക്ഷിതമായി എത്തുകയും പരീക്ഷ സമയം ആരംഭിക്കുകയും ചെയ്യുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു തീരുമാനം. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് തിരിച്ചത്. ഒരു പ്രധാനമന്ത്രിയുടെ യാത്രയിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വലിയ പ്രാധാന്യമുള്ളപ്പോഴും വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയത്തെ പരിഗണിച്ച് എടുത്ത ഈ തീരുമാനം ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇത്തവണത്തെ നീറ്റ് പരീക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ പരീക്ഷ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെ നടത്തിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് പരീക്ഷ നടത്തിയത്. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സര പരീക്ഷകളിൽ ഒന്നാണ്. ഇത്തവണ ഇന്ത്യയിലെ 551 നഗരങ്ങളിൽ 5440 പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദേശത്തെ 14 കേന്ദ്രങ്ങളിലും പരീക്ഷ നടന്നു. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തത്. ചോദ്യപേപ്പർ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തവണ നിരവധി പുതിയ നടപടികളാണ് സ്വീകരിച്ചത്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തി. ചില ഘട്ടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനങ്ങളും ഉപയോഗിച്ചു. പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കാരണം നീറ്റ് പരീക്ഷ ഒരു സാധാരണ പരീക്ഷയല്ല. രാജ്യത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഡോക്ടറാകാനുള്ള സ്വപ്നമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ പരീക്ഷകളിൽ ഒന്നാണിത്. പ്രധാനമന്ത്രിയുടെ ഈ നടപടി വിദ്യാർത്ഥികളോടുള്ള പരിഗണനയുടെ ഉദാഹരണമായാണ് പലരും വിലയിരുത്തുന്നത്. ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവതലമുറയാണെന്നും അവരുടെ അവസരങ്ങൾക്കും സമയത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നുമുള്ള സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നതെന്ന് വിലയിരുത്തലുകൾ ഉയരുന്നു. ഒരു VVIP യാത്രയ്ക്കായി സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എടുത്ത തീരുമാനം എന്ന നിലയിലാണ് ഇത് ചർച്ചയാവുന്നത്. സുരക്ഷയും പ്രോട്ടോകോളുകളും കർശനമായി പാലിക്കേണ്ട പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടുപോലും ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ സമയത്തെ പരിഗണിച്ച് യാത്ര വൈകിപ്പിച്ചത് അപൂർവമായ സംഭവമായി മാറിയിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിലെ ഈ 45 മിനിറ്റ് കാത്തിരിപ്പ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. കാരണം അതൊരു യാത്ര വൈകിപ്പിക്കൽ മാത്രമല്ല, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിനും അവരുടെ ഭാവിക്കും നൽകിയ പരിഗണനയുടെ സന്ദേശം കൂടിയാണ്.